ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡ്രസ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കേട്ടോ. ഞാനിത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്കിത് റീൽസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ബോറടിച്ചിരുന്ന സമയത്താണ് കൊറിയർ ചേട്ടൻ ഇത് കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല, മീഷോയുടെ ഒരു പ്രൊഡക്റ്റും ഒരു ദിവസം തന്നെ കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ലൈറ്റ് കളറാണേ. ഇത് ഹക്കോബ മെറ്റീരിയലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ, വെസ്റ്റേൺ ഫ്രോക്കാണ്. ഇതിൻ്റെ നെക്കും അതുപോലെ തന്നെ സ്ലീവും ഒക്കെ അത്യാവശ്യം നല്ല ഒരു ഭംഗിയിലൊക്കെയാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. നമ്മളെ നെക്കിനും സ്ലീവിനൊക്കെ അവർ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പാറ്റേൺ അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ലൈനിങ് ഒക്കെ ഇട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ലൈനിങ് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് തൊട്ട് താഴെ വരെ ബട്ടൺസ് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബട്ടൺസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബട്ടൺസാണ്, നമ്മുടെ നോർമൽ ബട്ടൺസ് അല്ല. കാരണം തയ്ക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ബട്ടൺസൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ബട്ടൺസ് ആണോ എന്നൊക്കെ. അത് സ്റ്റിച്ച് ചെയ്തേക്കണ, അത് തുന്നിയേക്കുന്ന രീതികളിലൊക്കെ നല്ല പെട്ടെന്നൊന്നും ഡാമേജ് ആയി പോകാത്ത രീതിയിലാണ് കേട്ടോ അവർ സ്റ്റിച്ചൊക്കെ ചെയ്തേക്കണത്. അതുപോലെ തന്നെ താഴെയൊക്കെ അവർ ഫ്രില്ലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഫ്രില്ല് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആണോ എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വശം ഒക്കെ അവർ നല്ല ഫിനിഷോടെ അവർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന ക്രേപ്പ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്രേപ്പാണ് കേട്ടോ. കാരണം കുറഞ്ഞ ക്രേപ്പാണെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ തന്നെ ജസ്റ്റ് അത് ഒരു കട്ടി കുറവ് പോലെ തോന്നും. ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഹാപ്പിയായി. അപ്പോൾ എനിക്ക് പൊതുവേ യെല്ലോ കളർ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ഈ യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എല്ലാവരും നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ലതായിരിക്കും മേ ബി. ഇതിൻ്റെ കൂടെ ഒരു ഷൂ ആയിട്ട് വെയർ ചെയ്തതിന് അത്യാവശ്യം നല്ലതായിരിക്കും. നമുക്ക് സിമ്പിൾ ലുക്കായിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത്, കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് ഞാനൊരു ജീൻസ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ജീൻസ് ഒക്കെ കുറച്ച് ചീത്തയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാമെന്ന് കരുതി മീഷോയിൽ നിന്ന് ബുക്ക് ചെയ്തൊരു ജീൻസാണ് കേട്ടോ ഇത്. ഇത് 238 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കട്ടിയൊന്നുമില്ല, കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾ എന്തായാലും അതൊന്ന് കാണിച്ചു തരാമെന്നോർത്ത് അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇത് നമ്മുടെ കാർഗോ പാൻറ്റിൻ്റെ ഒരു ടൈപ്പ് ആണ് അവർ ചെയ്തേക്കണത്. പോക്കറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ മോഡലൊക്കെ ഒരു കാർഗോ പാൻറ്റിൻ്റെ ഒരു പാറ്റേണിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താഴെയും ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആങ്കിൾ ലെങ്ത് ആയിട്ടൊക്കെ ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറൊന്നും മങ്ങുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാനിത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഒക്കെ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജീൻസാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മീഷോയിൽ കുറേ ആൾക്കാരുടെ പേജിൽ ഇതിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ റിവ്യൂ നോക്കിയിട്ടും കമൻസൊക്കെ നോക്കിയിട്ട് മാത്രം ഇത് പർച്ചേസ് ചെയ്യാമല്ലോ കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.